അമ്മൂമ്മയ്ക്കൊരു പുച്ഛം കണ്ടില്ലേ? കാലാവസ്ഥയാണെന്നോ എന്തുവാ? ഓ ചക്കയാണ് മാങ്ങയാണെന്നോ? വിട്ടോ 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 വിട്ടോ. ദൈവമേ, ഇതുപോലൊരു ഗതികെട്ടവളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, ഭയങ്കര പുള്ളിക്കാരി ഭയങ്കര ട്രോളിൻ്റെ ട്രോളങ്ങ് മേടിച്ചങ്ങ് മെഴുകുകയാണ് സത്യം പറയല്ലോ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ഗവൺമെൻറ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം കൊണ്ട് തരാത്. ഞാൻ ആലോചിക്കുക, സീരിയലിലും സിനിമയിലും അഭിനയിക്കുന്ന പോലെ അല്ല ചേച്ചി നാട്ടിലെ കാര്യങ്ങളൊക്കെ. ഇടയ്ക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് നടന്നാലേ അറിയത്തുള്ളൂ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കണ്ടില്ല എൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. ഇനി അടുത്തൊരു വീട്ടിൽ ചെന്ന് ഓട്ട് മേടിക്കുന്ന ഒരു രംഗമാണ്, കണ്ടിട്ട് വരാം. ഓ, നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നുന്നു ആ കൊച്ചിൻ്റെ ഓട്ട് പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. വന്നിട്ട് ഇനി തള്ളുന്നേക്ക് ഒന്ന് കാണാം. എലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ ചേച്ചി കാണാൻ പറ്റത്തില്ലെന്ന് 100% ഉറപ്പായിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക, ഹൈപ്പ് കൊടുത്തേക്കുക, അഭിപ്രായം കൊടുത്ത് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. എൻ്റെ ദൈവമേ, ചിരിച്ചൊരു വരുവായിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ എന്താ പറയണ്ടേ, ആദ്യം കാണുന്നത് അനന്തു ചേട്ടൻ്റെ വീഡിയോ ആണ്. പിന്നെ എനിക്ക് ഓരോരുത്തരും ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെ പറയാനാന്ന് പറ, കേൾക്കട്ടെ ഇനി അടുത്ത പ്രസംഗം. എടാ പിള്ളേരെ ഒന്ന് മൈൻഡ് ചെയ്യടാ. ഈ സീരിയൽ നടിയും സിനിമാ നടിയൊക്കെ ആയിരിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ ഒന്ന് വെയിറ്റ് ഇട്ടെങ്കിലും നിൽക്കായിരുന്നു. ഇപ്പം ഈ സ്ഥാനാർത്ഥിയും കൂടെ ആയിപ്പോയി. ഇറങ്ങാതിരിക്കാനും പറ്റത്തില്ല. ഇറങ്ങിക്കഴിഞ്ഞ ഒരു മനുഷ്യനാണെങ്കിൽ പുല്ല് വിലയും കൊടുക്കുന്നുമില്ല. ചേച്ചിയുടെ ചക്കച്ചിഹ്നത്തെ പോലും എനിക്ക് തോന്നുന്നില്ല ആരും കുത്തുപോന്നു. അവിടെ വല്ലതും ചക്ക വല്ലതും തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടങ്ങ് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. എന്തൊക്കെ ഡയലോഗ് അടി അടിക്കുന്ന ചക്കച്ചോ. അല്ല, ആരെങ്കിലുമൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യടേ, ആരെങ്കിലുമൊക്കെ ഒരു മൈൻഡ് ചെയ്യ്. വല്യമ്മയുടെ പുച്ഛവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? മോളെ, നീ സീരിയൽ നടിയായിട്ട് നിന്നാൽ മതി, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതാകുമ്പോൾ കുറച്ച് വിലയും കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിലും ചെയ്യും. സീരിയൽ നടിയിലെ ദൃശ്യം 2-ലൊക്കെ ഉണ്ടായിരുന്ന പുള്ളിക്കാർ ഈ അടുത്ത സമയത്ത് ഗ്രൗണ്ടിൽ ചെന്നപ്പം പിള്ളേരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത്, നിങ്ങൾ ആ ദൃശ്യം 2-നകത്ത് മോഹൻലാലിനെ ചതിച്ചതല്ലേ, അപ്പം ഞങ്ങളുടെ ലാലേട്ടനോട് ആ ചതി ചെയ്യേണ്ടെന്ന് ഒരുത്തം പറയുന്നു. പിന്നെ പുലിമുരുകനകത്ത് ഞാൻ ലാലേട്ടൻ്റെ അമ്മയായിരുന്നു, എന്നിട്ട് ലാലേട്ടനെ ഒറ്റപ്പെടുത്തി പോയില്ലേ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങ് കളിയാക്കുക. വാരനോട് വാരലായതുവരെ. എന്നിട്ട് അവസാനം പറയുകയും ചെയ്ത്, ദൃശ്യം 3-യുടെ കഥ പറഞ്ഞു തന്നാൽ ഞങ്ങൾ ചിലപ്പോൾ വോട്ട് കുത്താം എന്നുള്ള രീതിയിൽ പുള്ളി മിണ്ടാതെ നിൽക്കുന്ന അവസ്ഥയായിപ്പോയി. അടുത്ത പുച്ഛം ഒന്ന് കാണട്ടെ. ചിഹ്നം കൂടെ ഉണ്ടാവും എന്റെ ചക്കച്ചൊണി. എന്റെ ദൈവമേ, എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്. ഇത് സത്യം പറയാലോ, വല്ലാത്ത അവസ്ഥ. ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. ചക്ക നമ്മളിങ്ങനെ പൊളിച്ചു കാണുമ്പോ താമരയുടെ ഇതളുകൾ പോലെ ഇരിക്കാം. എന്റെ പൊന്നു മോളെ, ഇങ്ങനെ ഒന്നും വന്ന് പറയരുത്. മോളല്ല, എന്നെക്കാളും മൂത്ത ചേച്ചി ആന്റി എങ്ങാണ്ടൊക്കെയാണ്. ഇങ്ങനൊന്നും വന്ന് സോഷ്യൽ മീഡിയ പറയല്ലേ. ഇത് ആൾക്കാരിട്ട് ട്രോളത്തേ ഉള്ളൂ. സത്യം പറയില്ല, ഇങ്ങനെ ട്രോളി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഉള്ള ഒരു വില ഇനിയാണെങ്കിൽ ലൈഫിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു വില കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ആ ഒരു വില നിങ്ങൾക്കൊരു മനുഷ്യരും തരത്തില്ല. അത് നിങ്ങൾക്ക് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അയ്യോ, ഭൂരിഭാഗം ആൾക്കാർ പറയും ചക്ക വേരിലും കായ്ക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. കുറെ പേര് ചോദിക്കും ഫ്രാങ്ക്ലി സിങ് ലൈക്ക് താമര എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും
ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. ചക്ക നമ്മളിങ്ങനെ പൊളിച്ചു കാണുമ്പോ താമരയുടെ ഇതളുകൾ പോലെ ഇരിക്കുക. അപ്പൊ എത്ര താമര ചക്കയ്ക്കകത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ ന്യൂട്രലി ഇങ്ങനെ വീഴ്ത്തും ഇങ്ങനെ ഒരാളെ MLA ആയാലോ അവസ്ഥയെ. ഔ വീഴ്ത്തു. പെട്ടെന്ന് ഈ ചക്കയെ കൊണ്ടുള്ള ഒരു 5 വിഭവങ്ങളുടെ പേര് പറയും. ചക്ക തോരൻ, ചക്ക കൂട്ടാൻ, ചക്ക പായസം, ചക്കട, ചക്ക വെറും ചക്ക. എന്റെ ദൈവമേ. എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം, ദൃശ്യം 3-ക്കകത്ത് വല്ല ഇവര് വല്ലതും ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പൂരായിരിക്കും കൈയടി, ഉറപ്പായിരിക്കും. ഇടകാലാണ്. ചക്ക എന്ന് പറയുന്ന പഴങ്ങളുടെ രാജാവാണ്. ആണോ? ചക്ക എന്നിട്ട് അപ്പം എല്ലാവരും ആ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് ചക്കയോ എന്നുള്ള ചിഹ്നത്തെ. താമര എന്ന് പറയുന്ന ചിഹ്നത്തെ ഉണ്ടെങ്കിലും പക്ഷെ ചക്ക എന്ന് പറഞ്ഞ ചിഹ്നത്തിലേക്ക് മാറ്റിയപ്പം വലിയ കുഴപ്പം. നീ എന്ത് തേങ്ങയാ പറയുന്നേ? എന്റെ ദൈവമേ. എടാ എന്താന്നറിയാം, ഇവർക്ക് താമര ചിഹ്നം കിട്ടി കാണത്തില്ല, അതിനായിരിക്കും ചക്ക. താമര കിട്ടിയില്ല, അവർക്ക് ചക്കയാ ചിഹ്നമായിട്ട് കിട്ടുകയും ചെയ്തത്. താമരയും ചക്കയും കൂടെ വെച്ച് കമ്പയർ ചെയ്യുന്നതിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അയ്യോ. എല്ലാവരും പ്രതികരിക്കുന്നത്. അതെ. ഇനി ഇംഗ്ലീഷ് മീഡിയത്തെ കുറിച്ചൊന്ന് കേട്ടിട്ട് വാ. അയ്യോ. അങ്ങനെ പോകും. കുറച്ച് മാത്രം ഞാൻ വായിക്കാം, അത് ഒരുപാടുണ്ട്. ഒന്നും വിട്ടുപോകരുത്. പ്രധാനപ്പെട്ടത് അവർ എഴുതി. സൂം ചെയ്യും. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളേത്, അല്ലെ? ഇംഗ്ലീഷ് മീഡിയം ചേർക്കുക എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവുന്ന സ്വപ്നമാണ്. അത് ഇതിലൂടെ സാധ്യമാവാൻ പോവുകയാണ്. ദൈവമേ, എഴുതി കൊടുത്തവൻ ഏത് മണ്ടനാണെന്നാ ഞാൻ ആദ്യം ആലോചിച്ചു നോക്കുന്നത്. പോട്ടെ, ഇവർക്ക് സീരിയൽ നടിയാണ്, ഇവർക്ക് ഇതിന്റെ A to Z കാര്യങ്ങളൊന്നും അറിയത്തില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഈ എഴുതി കൊടുത്തവൻ ആരായാലും ശരിയടാ അണ്ണാ, നമിച്ചിരിക്കുന്നത്. നീയൊക്കെ കൂടി ഇങ്ങനെ ആണെങ്കിൽ എങ്ങനെ ഈ നമ്മുടെ കേരളം വികസിപ്പിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറെ മണ്ടനും പൊട്ടനും. പലരുടെയും അടുത്ത് പോയപ്പം ഇത് കണ്ടില്ലേ, റോഡ് കണ്ടില്ലേ, വെള്ളമില്ല, വെള്ളത്തിന് വേണ്ടിയിട്ട് റോഡ് കണ്ടില്ല, റോഡിൽ വെള്ളമില്ലാത്തയാണോ പ്രശ്നം? എത്രയോ ദൂരം നടക്കണം. ഒരാൾക്ക് വയ്യാതായ എത്രയോ ദൂരം ഒരു ആംബുലൻസ് നിർത്തിയിട്ടിട്ടാണ് അവര് പോകുന്നത്. അത്രയ്ക്ക് ക്ഷാമം ഉണ്ടോ കേരളത്തില്? അറിയാൻ പറ്റുള്ളൂ. ചിലപ്പം ചില ഇടവഴികളിലൊക്കെ ചില പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. വാ ചേച്ചി പറ, കേക്കട്ടെ. ആ വീട്ടിൽ നിന്ന് ആ വഴിയുടെ അറ്റം വരെ നടത്തിച്ചു. ഇത്രയും ദൂരം നടക്കണം ഒരു വയ്യാത്ത ഒരാളെ കൊണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. അങ്ങനെ ഒരുപാട് പേരുടെ സങ്കടങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ദിവസങ്ങള്. അതൊക്കെ അറിയുന്നത് നല്ലതാ. കാരണം ഇങ്ങനെ സീരിയലും സിനിമയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം അറിയുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കും. നന്നായിട്ട് വന്നാൽ മാത്രം മതി. ഇനി അടുത്ത കലാകാരിയുടെ കലാവാസനകളൊക്കെ കണ്ടിട്ട് വരാം. അയ്യോ, കോമഡി പീസുകൾ രണ്ടും കൂടെ എന്തുമായിരിക്കും. പാമ്പള്ളേ, അടുത്ത ആളുടെ മോണായിട്ട് കാണാവേ. ആതിര ഈ പറയുന്ന വേറൊരു പാർട്ടിയിലെങ്ങാണ്ടുള്ള ഒരു കൊച്ചായിരുന്നു. പാർട്ടിയിലെങ്ങാണ്ട് പോയി മെമ്പർഷിപ്പ് എടുത്തതിൻ്റെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് സ്ഥാനാർത്ഥിയായത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്ഥിര ആൾക്കാരുടെ ഡയലോഗ് അടിയ ചേട്ടൻ അറിയാം, പുള്ളിക്കാർക്ക് അറിയാം, നമ്മൾ ചെയ്തിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കൂടുതൽ പറയുന്നില്ല. വേറൊരു സംഭവം ആലോചിച്ച് പോയതാ. എല്ലാവരും ഇതുപോലെ വീട്ടിൽ ചെന്ന് കഴിയുമ്പം പുള്ളിക്കാർക്ക് അറിയാം നമ്മൾ നമ്മുടെ പാർട്ടി വിട്ട് കളിക്കൂ എന്ന് പറയുകയും ചെയ്യും. വേറെ ആർക്കെങ്കിലും പോയി വോട്ട് കുത്തുകയും ചെയ്യും. ക്ഷീണിച്ച് ക്യാമറ ഇനി ഒന്ന് ചിരിക്ക്. അയ്യോ ചേട്ടാ, പറ്റുന്ന പണിക്ക് വല്ലതും പോ, അതായിരിക്കും നല്ലത്. അയ്യോ, ഇത് റീലാണല്ലോ കയറി വന്നിട്ട്. ഈ ക്ലിപ്പപ്പം കയറി വന്ന്. ക്ലിപ്പ് മേടിച്ചു കൂട്ടത്തിൽ കയറി വന്നേ. ചേച്ചി ഓടിക്കും. ഇതൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി അടുത്ത ഒന്ന് വെക്കട്ടെ. നേരെ ഒരു റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? പിണറായി വിജയൻ
പ്രായാധിക്യമുണ്ട്, റിട്ടയർമെന്റ് ലൈഫിലോട്ട് പോകാനുള്ള സമയമായിരിക്കുന്നു. ഓ, പിണറായി വിജയന് പോവാൻ സമയമായി എന്നാണ് ചേച്ചി പറയുന്നത്. ഓക്കെ. നരേന്ദ്രമോദി യൂത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നാടിന്റെ വികസനത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ചെയ്ത വ്യക്തിയാണ്. പുള്ളി ഇപ്പൊ വർത്തമാനമൊക്കെ കേട്ടാ പുള്ളി ഇപ്പൊ 2K കിഡ്സ് ആണെന്നാണ് പുള്ളിക്കാരുടെ സംസാരമൊക്കെ കേട്ടിട്ട്. യൂത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. രാജീവ് ചന്ദ്രശേഖർ ടെക്നോക്രാറ്റ്, VN വാസവൻ റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തേണ്ട സമയമായി കഴിഞ്ഞു. ഓ, LDF എല്ലാരും റിട്ടയർമെന്റ് സമയത്ത് എത്താറായെന്നാ ചേച്ചി ഉദ്ദേശിക്കുന്നത്. പറ കേട്ട്. കുമാരൻ രാജശേഖരൻ കുറെ വിഷനുള്ള ആളാണ്, അവസരം കൊടുത്താൽ ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കും. ശോഭാ സുരേന്ദ്രൻ പെൺകരുത്താണ്. വാ തുറന്ന വിവരക്കേടാണ്. സീരിയസ്ലി ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇനി ചേച്ചിയുടെ ഡാൻസ് ഒന്നും ഇവിടെ വെച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇനി അങ്ങേരെന്തോ പറയുന്നേ. ഓയ് പറക്കിട്ട് ഈ പേനയ്ക്കൊപ്പം താങ്കളുടെ ഈ പെൻസിൽ വലിയ തരത്തിൽ ചർച്ച എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെൻസിൽ ചർച്ച ചെയ്യേണ്ട വിഷയം ഇങ്ങനെ ആരും അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പെൻസിൽ ഇങ്ങനെ പോക്കറ്റിൽ ഞാൻ വളരെ ഇൻഫോർമൽ 20-30 കൊല്ലമായിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ. എന്റെ കീശയിൽ എപ്പോഴും പെൻസിൽ ഉണ്ടാവും. കാരണം പെന്ന് വെക്കുമ്പോ പെന്ന് മറന്നു പോകുമ്പോ പെന്നിന്റെ വില കുറച്ച് കൂടുതലാണ്, പെൻസിലിന്റെ വില കമ്മിയാണ്. ഇത് മറന്നാലും മറ്റൊരു പെൻസിൽ വാങ്ങാൻ കഴിയും. അപ്പൊ പെന്ന് ലൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു, അതുകൊണ്ട് പെൻസിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, എല്ലാ ആശംസകളും. ഓ, BJPക്ക് ഭരണം വന്ന ഇവിടുത്തെ മുഖ്യമന്ത്രി ആവേണ്ട മനുഷ്യരാണ്. ദൈവമേ, എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവറ്റകളൊന്നും ജയിക്കാൻ പോകത്തില്ലെന്ന് ഉറപ്പായിട്ടും. പിന്നെ പാലക്കാട് മാത്രം ഒരു ചെറിയൊരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ കൂട്ടിയാൽ മതി. പക്ഷേ അതിങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ വീര്യം ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരികയാണ്. എന്തായാലും ഈ കൂട്ടത്തിൽ നമ്മുടെ വീണ നായരെ, ലക്ഷ്മി പ്രിയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇലക്ഷൻ കളറാക്കിയേനെ രണ്ടെണ്ണം കൂടെ. ഓക്കെ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. പരമാവധി ഷെയർ ചെയ്തോ. ബൈ, ലവ് യു ഗൈസ്.